ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശിവഭഗവാന്റെ ഈ ഒരു രഹസ്യം അറിഞ്ഞാൽ ജീവിതം അടിമുടി മാറും. അത് കൊള്ളാലോ. ഭഗവാന്റെ ഏത് രഹസ്യമാണ് അറിഞ്ഞാൽ ജീവിതം അടിമുടി മാറുന്നത് എന്നൊക്കെ ഇതിപ്പോൾ ചിലർ കാണുന്നവർ വിചാരിച്ചേക്കാം. ഉറപ്പായിട്ടും നിങ്ങളേതായാലും ഒന്ന് അറിഞ്ഞു നോക്കുക. നിങ്ങളുടെ ജീവിതം അടിമുടി മാറും. ശിവഭഗവാന്റെ ഈ ഒരു രഹസ്യം അത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ രഹസ്യം എന്താണ് ചെയ്യേണ്ടത്? ആ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആഗ്രഹിക്കുന്ന എന്തും ഭഗവാൻ നടത്തി തരും. അത് ഞാൻ ഇതുപോലെ പറയാത്ത ഭഗവാന്റെ ആ ഒരു രഹസ്യമാണ്. ഇന്ന് ഞാൻ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ഭഗവാനായിട്ട് എനിക്ക് കാണിച്ചു തന്ന ആ ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് കേട്ട് നോക്കുക. ആരാണേലും എന്താണേലും ഒന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നതിൽ തെറ്റില്ല. അതറിയാമല്ലോ, എന്നാ സംഭവിക്കുമെന്ന് അറിയാമല്ലോ. ഏതായാലും ഞാനീ പറയുന്നൊന്ന് കേട്ടു നോക്കുക. നമുക്കറിയാമല്ലോ, ജീവിതത്തിൽ ഉറപ്പാണ്, 100% ഉറപ്പാണ് ജീവിതം മാറിയിരിക്കും. ശരിയായിട്ട് മനസ്സിലാക്കിയ ഇത് ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ജ്ഞാനമാണ്. ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്, ശിവവിദ്യ ചെയ്യുന്നതാണ്. എനിക്ക് ധ്യാനാവസ്ഥയിൽ ഭഗവാൻ നൽകിയ ആ ഒരു രഹസ്യ പരമമായ വിദ്യയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാനത് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറും. ഒരു പൂജയുമില്ലാതെ, ഒരു വഴിപാടും ചെയ്യാതെ നിങ്ങൾ ഭഗവാനെ അതൊക്കെ നമുക്ക് ചെയ്തോണം. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നതല്ല. ഇപ്പോൾ ഒരു വഴിപാടിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു പൂജയെക്കുറിച്ചല്ല പറയുന്നത്, ഒരു മന്ത്രത്തെക്കുറിച്ചുമല്ല പറയുന്നത്. ഇരിക്കുന്നത് എവിടെയാണേലും അവിടെ ഇരുന്നു കൊണ്ട് കൈലാസത്തിലിരിക്കുന്ന ആ ഭഗവാനെ അനുഭവിക്കുന്ന അതീവ രഹസ്യമായ, ആരും പറഞ്ഞു തരാത്ത ആ രഹസ്യമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത്. പരമമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഇതറിയുന്നവർ ഭാഗ്യവാന്മാർ. ആരാണേലും എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിത് ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാൻ വാട്സപ്പ് വഴി മാത്രമാണ് കൺസൾട്ടിങ് ഉള്ളത്. അതായത് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവരുടെയും നോക്കി തരാൻ പറ്റത്തില്ല. പറ്റുന്ന ആൾക്ക് റിപ്ലൈ തരും. നല്ല നല്ല കാര്യങ്ങളായിരിക്കും പറയുന്നത്, ക്ഷേത്രത്തിലേക്കുള്ളതൊക്കെ. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. ഞാൻ ഫ്രീ ആകാറില്ല. വർക്കിലെടുത്താലും മുൻഗണനാക്രമത്തിൽ ഡേറ്റ് കൊടുക്കുകയാണ്. പിന്നെ നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല. മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് സാഹചര്യം. പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഈ ഒരു ശിവരഹസ്യം അറിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളിലേക്ക് വരും. നിങ്ങൾ പുതിയൊരു വ്യക്തിയാകും. നിങ്ങളെ യാതൊരു ശത്രുദോഷങ്ങളോ എന്തു ദോഷങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. ഇത് ഏതൊരാൾ പറഞ്ഞാൽ അയാളുടെ ജീവിതം ഏറ്റവും പുണ്യ ജീവിതമാകുകയാണ്. ഈ നിമിഷം ധന്യമാണ്, അറിയുക. ഈ നിമിഷത്തിന് ഈശ്വരനോട് നന്ദി പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ശിവഭഗവാനെ അറിഞ്ഞാൽ എല്ലാം അറിയാൻ സാധിക്കും. ശിവഭഗവാനെ അറിഞ്ഞാൽ എല്ലാം അറിയാൻ സാധിക്കും. അതെങ്ങനെ ശിവഭഗവാനെ അറിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റുന്നത്? ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഭഗവാനിലുണ്ട് എല്ലാം. എല്ലാത്തിലും ഭഗവാനും ഉണ്ട്. അത്ര തന്നെ. എല്ലാത്തിലും ഭഗവാനുണ്ട്. ഭഗവാനിലെല്ലാം ഉണ്ട്. അതാണ് ശിവഭഗവാൻ. മാത്രമല്ല, ശിവഭഗവാനെ അറിയുക എന്ന് വെച്ചാൽ അറിവിലൂടെ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും, എത്ര ശ്ലോകങ്ങൾ ചൊല്ലിയാലും, എത്ര മന്ത്രങ്ങൾ, എത്ര പൂജകൾ, എത്ര യാത്രകൾ, എത്ര തീർത്ഥയാത്രകൾ, എത്ര സ്നാനങ്ങൾ ഒക്കെ ചെയ്താലും ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ അനുഭവിക്കണം ഭഗവാനെ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഭഗവാനെ അശുദ്ധ മനസ്സോടുകൂടി
ഭഗവാനിലേക്ക് നിങ്ങളുടെ മനസ്സെത്തുന്നത്, ആ മനസ്സെത്തിയാൽ നിങ്ങൾ ഭഗവാനെ അനുഭവിക്കും. അല്ലാതെ എത്രയൊക്കെ യാത്രകളെ പൂജകളെ ഒക്കെ ചെയ്ത് അതൊക്കെ ഫലം കിട്ടത്തില്ലെന്നല്ല പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന വിദ്യ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടുന്ന പരമമായ ദിവ്യവിദ്യയാണ്. ഭഗവാനെ പൂർണ്ണമായി അനുഭവിക്കുന്ന വിദ്യയാണ്. ആ ഭഗവാന്റെ പൂർണ്ണ അനുഭവം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഭഗവാനിലെത്തണം. ഇവിടെ ഒരു രഹസ്യമുണ്ട്. ഭഗവാനെ അറിയണമെങ്കിൽ അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല, ഭഗവാനോട് വിചാരിക്കണം. അവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. അപ്പോൾ ഞാനൊരു വിദ്യ പറഞ്ഞു തരാം. അത് ഭഗവാൻ എനിക്ക് ധ്യാനാവസ്ഥയിൽ നൽകിയ വിദ്യയാണ്. എന്നെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ ഭഗവാനെ ലയിച്ചാണ് ഓരോന്നും ഞാൻ പറയുന്നതും ചെയ്യുന്നതല്ല. അതിലൊക്കെ ഭഗവാനുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല, അല്ലെ ചിലർക്കറിയാം, ചിലർക്കറിയണമെന്നില്ല. എന്തായാലും നിങ്ങളിത് ചെയ്തു നോക്കുക. ഭഗവാൻ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഭഗവാനെ ചിന്തിച്ചു തന്നെയാണ്. ഭഗവാന്റെ 18 ആ സിദ്ധന്മാർ ചെയ്ത ആ വിദ്യകളൊക്കെ ആ വിദ്യ തന്നെയാണ് ഞാനും ഫോളോ ചെയ്തത്. നമ്മളും ആ സിദ്ധ പരമ്പരയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോഴല്ല, ജന്മങ്ങളിൽ. അപ്പം നമ്മൾ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരാൻ അർഹതയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ രഹസ്യവിദ്യ ഞാൻ പറഞ്ഞു തരികയാണ്. അതായത് നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ, മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. ഇത് മുഴുവൻ പറയുന്നത് ഭഗവാന്റെ കാര്യങ്ങളാണ്, അത് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഭഗവാനെ അറിയാൻ, അനുഭവിക്കാൻ ഉള്ള പരമമായ ഒരു വിദ്യയാണ്. ഭഗവാനെ നിങ്ങൾ ഹൃദയാകാശത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഭഗവാനെ സങ്കല്പിക്കണം. അതായത് ശിവലിംഗം സങ്കല്പിക്കുക. ആ ശിവലിംഗം കറുത്ത രൂപത്തിൽ സങ്കല്പിക്കുക. അപ്പോൾ ആ ശിവലിംഗം നിങ്ങളിപ്പോൾ ഹൃദയത്തിൽ ശിവലിംഗം സങ്കല്പിച്ചാലൊന്നും പെട്ടെന്ന് സങ്കല്പം വരണമെന്നില്ല. അതിനൊരു വിദ്യയും കൂടെ പറഞ്ഞുതരാം. നമ്മളൊക്കെ ഈ ഘടികാരം അല്ലെ വാച്ച്, ഇപ്പം നമ്മുടെ ചുറ്റും ചില ഈ ശബ്ദങ്ങൾ കേൾക്കുമല്ലോ. ആ ശബ്ദങ്ങൾ കണ്ണടച്ചാൽ നമുക്ക് അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കണം. ഇനി അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വാച്ച് കാണുമല്ലോ. അപ്പോൾ ഈ വാച്ചിൻ്റെ ഈ ടിക് 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 എന്നുള്ള ശബ്ദം ഉണ്ടല്ലോ, അത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഈ ബഹളത്തിനിടയിലൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചിട്ട് ആ ടിക് 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 എന്നുള്ള ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രം. ഇങ്ങനെ ഇത് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക ഒരല്പനേരം. അപ്പം നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ഏകാഗ്രമാകും. ഇല്ലേ, ഒരു ചെറിയ വാച്ച് മേടിച്ചാൽ മതി, റോഡ് സൈഡിൽ 100 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പം ഈ വാച്ചിൻ്റെ ശബ്ദം, അതായത് ടിക് 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 എന്നുള്ള ഈ സെക്കൻഡ് സൂചി മാറുന്ന ശബ്ദമുണ്ട്. അത് പെട്ടെന്ന് നമ്മൾക്കിങ്ങനെ ഇരുന്ന് വലുതായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ കണ്ണടച്ചുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ നല്ല സ്പഷ്ടമായിട്ട് അത് കേൾക്കാൻ പറ്റും. അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് ചെല്ലുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാൻ പഠിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ വിദ്യ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിക്കുക. അപ്പോൾ ശിവലിംഗം ധ്യാനിക്കുമ്പോൾ കറക്റ്റ് മനസ്സ് അവിടെ ചെല്ലും. അപ്പോൾ ഈ വാച്ചിൻ്റെ ആ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹൃദയത്തിൽ കണ്ണടച്ചുകൊണ്ട് ശിവലിംഗം ധ്യാനിച്ചാൽ കറക്റ്റ് ഹൃദയത്തിൽ ആ ശിവലിംഗം നിങ്ങളുടെ മനസ്സിൽ തെളിയും. ആ ശിവലിംഗത്തിലേക്ക് നിങ്ങളുടെ മനസ്സും ചൊല്ലും. അങ്ങനെ നിങ്ങൾ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. അതിന് ധരിക്കുക എന്ന് പറയുന്നത്. എന്താണ് ധരിക്കുക എന്ന് വെച്ചാൽ ഭഗവാനെ ഹൃദയത്തിൽ നിങ്ങൾ ധ്യാനിക്കുന്നു. ആ ധ്യാനം കുറേ സ്ട്രോങ് ആയി കഴിയുമ്പം അത് ധരിക്കുന്ന അവസ്ഥ വരും. ധരിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാകുക ആ ചിന്ത. ആ നിമിഷം മുതൽ നിങ്ങൾ ഭഗവാനെ അനുഭവിക്കാൻ തുടങ്ങും. പരമമായ വിദ്യ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വാച്ചിൻ്റെ പ്രാക്ടീസ് ചെയ്യണം. കണ്ണടച്ചുകൊണ്ട് ഈ വാച്ചിൻ്റെ ശബ്ദത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ശബ്ദം കൂടുതൽ വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിക്കാൻ പഠിക്കും. അങ്ങനെ മനസ്സിനെ ശ്രദ്ധിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിക്കാൻ തുടങ്ങണം.
ആ ശിവലിംഗം ധ്യാനിക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്കതൊരു അനുഭവമായിരിക്കും. കാരണം മനസ്സിനെ പ്രാക്ടീസ് കൊടുക്കണം. ഇങ്ങനെ ഈ ശ്രദ്ധിക്കാൻ പ്രാക്ടീസ് കൊടുത്തിട്ട്, നമ്മളിപ്പോൾ ഒരു ശബ്ദത്തെ ശ്രദ്ധിക്കാൻ ആദ്യം പ്രാക്ടീസ് കൊടുക്കുന്നത്, വാച്ചിൻ്റെ ശബ്ദം കണ്ണടച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് പ്രാക്ടീസാണ്, മനസ്സിനെ നമ്മൾ ആ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ഒരു പരിശീലനം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിക്കുക. ധ്യാനിച്ചാൽ മാത്രം മതി. ഇതിങ്ങനെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ശിവലിംഗം സങ്കല്പിക്കുക. കണ്ണ് തുറന്നുകൊണ്ട് സങ്കല്പിക്കുക, കണ്ണടച്ചുകൊണ്ട് സങ്കല്പിക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഹൃദയത്തിൽ സങ്കല്പിച്ച് കഴിയുമ്പോൾ ആദ്യം കണ്ണടച്ചുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. വീട്ടിലിരിക്കുമ്പം ഇരുന്നുകൊണ്ട് ചെയ്യണം. റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ജോലി ചെയ്യുന്നതിനിടയ്ക്കോ ചെയ്യരുത്. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ടിരുന്ന് ശിവലിംഗം ധ്യാനിക്കണം. പിന്നെ നിങ്ങൾ കണ്ണ് തുറന്നുകൊണ്ട് ശിവലിംഗം ധ്യാനിക്കണം. പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴും, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ണ് തുറന്നുകൊണ്ട് ശിവലിംഗം ആ ഒരു ധ്യാനം മാത്രം ചെയ്താൽ മതി. ഇതിങ്ങനെ പല ദിവസങ്ങളാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ശിവലിംഗ ധാരണ ഉണ്ടായി വരും. ആ ധാരണ എന്ന് വെച്ചാൽ ആ ശിവലിംഗത്തിൻ്റെ ധാരണ നിങ്ങളിൽ ഉറയ്ക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമാകും അത്. അപ്പോഴാണ് സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹം, പരമേശ്വരൻ്റെ മഹാ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. ഇതാര് ചെയ്യുന്നോ, ഇത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. വേറെ ആർക്കും ഇത് അറിയാൻ പറ്റത്തില്ല. ഇത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഞാനിങ്ങനെ ഒരു വിദ്യ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തുള്ളൂ. പുറമേ നിന്ന് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പം ഇതാര് ചെയ്യുന്നോ, ഇതാരോടും പറയരുത് ചെയ്യുന്നത്. ഇതാര് ചെയ്യുന്നോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യണ്ട, ഇതങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ ദിവസവും ഇത് ചെയ്യുക. ഇതാര് ചെയ്യുന്നോ അവർക്ക് ഭഗവാന്റെ, പരമേശ്വരൻ്റെ ആർക്കും കിട്ടാത്ത അനുഗ്രഹം, 1000 ജന്മങ്ങളെടുത്താലും കിട്ടാത്ത അനുഗ്രഹം ശിവലിംഗ ധാരണ കൊണ്ട് തന്നെ കിട്ടും. ഇവിടെ പൂജയില്ല, ഇവിടെ മന്ത്രമില്ല, ഇവിടെ പ്രാർത്ഥനയില്ല. ആ വിദ്യ ഞാൻ പറഞ്ഞത്. ഇവിടെ പ്രാർത്ഥനയില്ല, നമ്മളൊന്നും പ്രാർത്ഥിക്കുന്നില്ല, ഒരു മന്ത്രവും ജപിക്കുന്നില്ല, ഒരു പൂജയും ചെയ്യുന്നില്ല. ഭഗവാനെ ശിവലിംഗം സങ്കല്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പിന്നെ പല ദിവസം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു, ആ ശിവലിംഗത്തെ നമ്മൾ മനസ്സുകൊണ്ട് ധരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ബോധത്തിൻ്റെ ഭാഗമാകുകയാണ് ആ ശിവലിംഗം. അവിടെയാണ് മാറ്റം തുടങ്ങുന്നത്. അവിടെയാണ് നിങ്ങൾ ഈശ്വരനെ അറിയുന്നത്. അപ്പോൾ ഈ വിദ്യയ്ക്ക് പകരം വേറൊരു വിദ്യയില്ല. മനസ്സിലാകുന്നുണ്ടോ? ചെറിയ സംഭവമൊന്നുമല്ല. ഞാൻ ചെറിയൊരു സംഭവത്തെ തുടങ്ങിയിട്ടാണ് ഈ പരമമായ വിദ്യയിലേക്ക് വരുന്നത്. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എവിടെ ആരോ വേണേലും പോയി നോക്കിക്കോ. കാരണം ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ധ്യാനാവസ്ഥയിൽ ഭഗവാൻ നൽകിയ ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. അത് ഭഗവാൻ നിശ്ചയിക്കും. കാണുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ ഭാഗ്യവതികൾ, ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ. വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പം ഇങ്ങനെ ഈ ശിവലിംഗ ധാരണ ഒന്നുകൊണ്ട് മാത്രം ഭഗവാൻ ആ വ്യക്തിയുടെ സകല മനോകാമനകളും നടത്തി കൊടുക്കും, സകല ആഗ്രഹങ്ങളും നടത്തി കൊടുക്കും. ഭഗവാൻ ആ വ്യക്തിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കും. ആ വ്യക്തി ഭഗവാനെ അനുഭവിക്കും. അറിവല്ല, ഇത് അനുഭവമാണ്. ഇവിടെ മന്ത്രവും പൂജയും പ്രാർത്ഥനയും ഒന്നുമില്ല. അതിനൊക്കെ അപ്പുറത്തുള്ള സംഭവമായി പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തോളുക. ഞാൻ എന്നെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശിവനെ അറിയും, നിങ്ങൾ ആ പരമമായ സത്യത്തെ അറിയും. നിങ്ങളുടെ ഉള്ളിൽ ശിവബോധമുണ്ടായി വരും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ ബോധത്തിൽ ലയിച്ചിരിക്കും. നിങ്ങളെ ഒരു ശത്രുദോഷവും ബാധിക്കത്തില്ല. ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരികയില്ല. നിങ്ങളെ ഭഗവാൻ സംരക്ഷിക്കും. നിങ്ങൾ ഭഗവാനെ അറിയും. നിങ്ങളുടെ ജന്മം ധന്യമാകും, പുണ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന 10-15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി അറിയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. നമ്മൾ ജീവിതത്തിൽ മറ്റു പലതിനും വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. മറ്റു പലതൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അവനവന് വേണ്ടി കൂടെ ചില കാര്യങ്ങൾ ചെയ്യണം.
ഈ ശിവരഹസ്യം, ഈ ശിവവിദ്യ നിങ്ങൾ ചെയ്തോളൂ. ശിവഭഗവാന്റെ അറിയുമ്പോൾ ചില കാര്യങ്ങളൂടെ അറിയണം, അതുകൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് നമ്മളൊരു വസ്തു കാണുന്നു. ആ വസ്തു കാണുന്ന ഞാനും ഏത് വസ്തുവാണോ കാണുന്നത് ആ വസ്തുവും രണ്ടും ശിവൻ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു കാര്യം കേൾക്കുന്നു. ആ കേൾക്കുന്ന ഞാനും കേൾക്കുന്ന കാര്യവും അതും രണ്ടും ശിവനാണ്. നമ്മളൊരാൾക്ക് ദാനം കൊടുക്കുന്നു. ഞാൻ ഇപ്പോൾ ഒരാൾക്ക് ദാനം കൊടുക്കുന്നെങ്കിൽ ദാനം കൊടുക്കുന്ന ഞാനും ദാനം മേടിക്കുന്ന ആളും രണ്ടും ശിവനാണ്. ഈ ഒരു തിരിച്ചറിവ് വന്നാൽ ചെയ്യുന്ന ആളും ചെയ്യപ്പെടുന്ന കാര്യവും രണ്ടും ശിവനാണ്. ഈ ഒരു തിരിച്ചറിവ് വന്നാൽ ആരോടും വിദ്വേഷം ഉണ്ടാകത്തില്ല, ഒന്നും ചെയ്തു എന്നുള്ള തോന്നലും ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മളൊരു ദാനം ചെയ്യുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയാൽ, ദാനം ചെയ്യുന്ന നിങ്ങളും ദാനം മേടിക്കുന്ന ആളും രണ്ടും ശിവനാണെന്ന് വിചാരിച്ചാൽ നമ്മളവിടെ യാതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അഹങ്കാരം ഉണ്ടാകത്തില്ല, അഭിമാനം ഉണ്ടാകത്തില്ല, ആരോടും വിദ്വേഷം ഉണ്ടാകത്തില്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പരമമായ അറിവായി പറഞ്ഞു തരുന്നത്. ചെയ്യുന്ന ആളും ചെയ്യപ്പെടുന്ന കാര്യവും രണ്ടും ശിവനാണെന്ന് അറിഞ്ഞാൽ അഹങ്കാരം, അഭിമാനം, ഭയം, വിദ്വേഷം ഇതൊന്നും ഉണ്ടാകത്തില്ല. സമഭാവന ഉണ്ടായി വരും. ആ സമമായ ബുദ്ധി ഉണ്ടായി വരും. അത് ശിവോഹമാണ്. ശിവനെ അറിയുമ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായി വരും. അപ്പം വേറൊരാളുടെ വിദ്വേഷം തോന്നത്തില്ല, വേറൊരാളുടെ അഹങ്കാരം തോന്നത്തില്ല, വേറൊരാളുടെ അസൂയ തോന്നത്തില്ല, ഭയം തോന്നത്തില്ല. കാരണം ചെയ്യുന്ന ആളും നമ്മളിപ്പം ഒരു കാര്യം കൊണ്ട് നമുക്ക് ഭയം തോന്നുകയാണെങ്കിൽ ഭയം തോന്നുന്ന ഞാനും ഭയം തോന്നാനുള്ള ആ കാരണവും രണ്ടും ശിവനാകുമ്പം നമുക്ക് അവിടെ യാതൊന്നും തോന്നത്തില്ല. ഈ ഒരു അറിവാണ് ഈ ശിവധ്യാനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളത് ഞാൻ പറയുന്ന കേട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ അനുഭവിക്കും. ശിവനെ അറിയുമ്പോൾ ഈ അവസ്ഥ നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരോടും അസൂയ തോന്നത്തില്ല, നിങ്ങൾക്ക് ആരോടും വിദ്വേഷം തോന്നത്തില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്തെന്നുള്ള തോന്നലുണ്ടാകത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് ദാനം കൊടുത്തു, വലിയ സംഭവമായിട്ട് തോന്നത്തില്ല അത്. കാരണം ദാനം കൊടുക്കുന്ന ഞാനും ദാനം മേടിക്കുന്നവനും രണ്ടും ശിവനാണ്. അപ്പോൾ അവിടെ യാതൊന്നുമില്ല, അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. അപ്പം ഞാനെന്നുള്ള ഭാവം അവിടെ ഇല്ല. അപ്പോൾ അവിടെ അഹങ്കാരം ഉണ്ടാകുന്നില്ല. ഞാൻ എന്തോ ചെയ്തെന്ന് വിചാരിക്കുമ്പോഴേ എനിക്ക് അഹങ്കാരം ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് അഹങ്കാരം ഉണ്ടാകുന്നില്ല, എനിക്ക് അഭിമാനം ഉണ്ടാകുന്നില്ല. ഈ അഹങ്കാരം, അഭിമാനം ഉണ്ടാകുമ്പോഴാണ് പിന്നീട് വിഷമം ഉണ്ടാകുന്നത്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഒന്ന് ഏറിയും കുറയുമ്പോൾ ഒന്ന് ഏറി വരുമ്പോൾ മറ്റേത് കുറയും. കൂടുതൽ അഹങ്കാരം ഉണ്ടായി കഴിയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു വിഷമത്തിലേക്ക് വരും. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഭാവങ്ങളാണ്, അഷ്ടരാഗങ്ങളാണ്. അപ്പോഴേ ഇത് നിങ്ങൾക്ക് ഈ ശിവവിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവം മനസ്സിലാവും. അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ശിവൻ എന്ന് പറയുമ്പോൾ ആ ഒന്നുമില്ലായ്മയാണ്, എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്. എല്ലാ ചേതനയുള്ളതും അചേതനവുമായ, അതായത് എല്ലാത്തിലും, അതായത് ജീവനുള്ളതും അല്ലാത്തതും എല്ലാത്തിലുമുള്ള ആ പരമമായ ചൈതന്യമാണ് ശിവൻ. കാണുന്ന വ്യക്തിയും കാണപ്പെടുന്ന വസ്തുവും ഒന്ന് തന്നെയാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ ഞാനെന്നുള്ള അഹങ്കാരം അവിടെ ഇല്ലാതാകും, എൻ്റെ അറിവെന്നുള്ള അഹങ്കാരം അവിടെ ഇല്ലാതാകും, എൻ്റെ കഴിവെന്നുള്ള അഹങ്കാരം അവിടെ ഇല്ലാതാകും. അപ്പോഴാണ് ഞാനെന്നുള്ള ഭാവം അവിടെ ഇല്ലാതാകുന്നത്. ആ ഭാവത്തെയാണ് യോഗീശ്വരന്മാർ, മഹാശൈവസിദ്ധന്മാർ, മഹർഷിമാർ ഇവരൊക്കെ അനുഭവിച്ചത്. ആ ഭാവത്തെയാണ്. അതുകൊണ്ടാണ് അവർ ആ ഒന്നുമില്ലായ്മയിൽ തപസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ അഗസ്ത്യരായിക്കോട്ടെ, 18 സിദ്ധന്മാരായിക്കോട്ടെ, അവരെല്ലാം അതുകൊണ്ടാണ് അവരെ ഒന്നുമില്ലായ്മയെ ഇഷ്ടപ്പെടുന്നത്. അവരാ അനുഭവത്തിൽ അനുഭവിച്ചവരാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതാണ് പരമമായ അനുഭവം, പരമമായ അറിവ്. ഇതെല്ലാം ഈ ശിവലിംഗ ധാരണ കൊണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഭഗവാൻ മനസ്സിലാക്കി തരും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സമ്പത്ത്, ഐശ്വര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് തരും.
നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഭഗവാനെ അറിയാനാണെങ്കിൽ അത് തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് തരും. അതോടൊപ്പം നിങ്ങൾക്ക് ഭഗവാന് ഇതുപോലെയുള്ള നല്ല ജ്ഞാനങ്ങളും തരും. നിങ്ങളെ ഭഗവാന്റെ പരമമായ അനുഗ്രഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ മനോകാമനകളും ഭഗവാൻ സാധിച്ചു തരും. സമ്പത്തായിക്കോട്ടെ, ഐശ്വര്യമായിക്കോട്ടെ, ജ്ഞാനമായിക്കോട്ടെ, ഈശ്വരാനുഭവമായിക്കോട്ടെ, എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ആ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് പരമമായ ഭഗവാനെ അനുഭവിക്കാനുള്ള ഭാഗ്യവും ജീവിതത്തിലുണ്ടാകും. അപ്പം ഈ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് ശരിക്കുമുള്ള ധ്യാനം ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ചിന്ത, ഇപ്പം ഞാൻ ധ്യാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം ഞാൻ ധ്യാനിക്കുമല്ല. കാരണം അവിടെ ഞാനുണ്ട്, ധ്യാനമുണ്ട്, രണ്ട് കാര്യമുണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല, ധ്യാനത്തിൽ ഇരിക്കുമ്പം ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ആ ധ്യാനമെന്ന അവസ്ഥയിലാണ്. അവിടെ ഞാനെന്നുള്ള ചിന്ത ഇല്ലാതാവും. അപ്പോഴാണ് യഥാർത്ഥ ധ്യാനം ആരംഭിക്കുന്നത്. അത് പല ദിവസം ഇങ്ങനെ ശിവലിംഗം നിങ്ങൾ മനസ്സിൽ ധരിച്ചു കഴിയുമ്പോൾ അത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്താൽ മതി. ഒരു ജോലിക്കടയിലോ വണ്ടി ഓടിക്കുമ്പോഴോ റോഡിൽ നടക്കുമ്പോഴും ചെയ്യരുത് കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ പല ദിവസം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ശിവലിംഗ ധാരണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുകയാണ്. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോളും. പിന്നെ ഞാൻ ചെയ്യുന്നില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആ അവസ്ഥയിലാണ് നമുക്ക് ഈശ്വരാനുഭവങ്ങൾ ഉണ്ടാകുക. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങും. അപ്പോൾ ഭഗവാന്റെ പരമമായ അറിവാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇന്ന് ഞാൻ ഒരു സംഖ്യാജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിരുന്നു. പക്ഷേ എനിക്ക് ധ്യാനാവസ്ഥയിൽ ഭഗവാൻ നൽകിയ ഒരു നിർദ്ദേശം, ആ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ വിദ്യ ഇന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഭഗവാൻ എനിക്ക് എൻ്റെ അന്തർജ്ഞാനത്തെ നൽകിയത്. അപ്പോൾ ആ പരമമായ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യ, ശിവലിംഗ ധാരണ. ഇതിനപ്പുറത്തൊന്നുമില്ല, നത്തിങ്. ഇത് അനന്തമായ ശിവബോധം, അനന്തമായ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന വിദ്യയാണ്. ഇത് പറഞ്ഞു തന്നപ്പം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞു, എൻ്റെ മനസ്സ് നിറഞ്ഞു. എനിക്കിനി ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. സമസ്ത പ്രപഞ്ചവുമുണ്ട്, സമസ്ത കാര്യങ്ങളുമുണ്ട്, സമസ്ത അനുഭവങ്ങളുമുണ്ട്. ഭഗവാനുണ്ട് അതിൻ്റെ അകത്ത്. എനിക്കിനി ഒന്നും പറയാൻ പറ്റുന്നില്ല. ഭഗവാന് ആ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞ് ആ ശിവാനുഭവം ഇങ്ങനെ ഞാൻ അനുഭവിക്കുകയാണ് ഭഗവാനെ പറഞ്ഞു തന്നപ്പോൾ. കാരണം ഇത് എത്രയോ ആളുകൾ ചെയ്തു കഴിയുമ്പം അവിടെയൊക്കെ ജീവിതത്തിൽ അവർ രക്ഷപ്പെടും. അപ്പം നമുക്കെന്ത് സന്തോഷമാണ്. കാരണം സത്യത്തെ അവരറിയുന്നു. സത്യത്തെ അറിയുമ്പോൾ മാത്രമേ ജീവിതം രക്ഷപ്പെടത്തുള്ളൂ. അല്ലാതെ ആരുടെയൊക്കെ പുറകെ നടന്നാലും കുറേ ഗുരുവും ശിഷ്യനും കളിച്ചാൽ ഒന്നും ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. പറഞ്ഞ് മനസ്സിലാകും. ഇത് സത്യമായ വിദ്യയാണ്. ഇതിൽ ശിവനുണ്ട്. അത് ചെയ്യുമ്പോഴേ നിങ്ങൾ ആ സത്യത്തെ അനുഭവിക്കത്തുള്ളൂ. അല്ലാതെ വേറെ എത്ര ജന്മം ജനിച്ച് മരിച്ചാലും സത്യാനുഭവം ഉണ്ടാകത്തില്ല. നമ്മൾ ദേവാലയങ്ങളിലും ഒക്കെ പോയി വഴിപാടുകൾ ചെയ്താലും പൂജ ചെയ്താലും ഒക്കെ ബലം ഉണ്ടാകും. പക്ഷേ അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വിദ്യയും കൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്വയം ആ ശിവാനുഭവത്തിലേക്ക് വരുന്നത്. ഞാനെന്നുള്ള ഭാവം ഇല്ലാതായി ഭഗവാനും നിങ്ങളും ഒന്നാകുന്ന ഒരവസ്ഥ. അപ്പോൾ അത് ഈ ഒരു വിദ്യ ചെയ്യുമ്പോഴാണ്, ശിവലിംഗ ധാരണ ഉള്ളിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. ഹൃദയാകാശം എന്ന് പറയും കേട്ടോ. ഹൃദയത്തിൽ ഭഗവാനെ നിങ്ങൾ ജസ്റ്റ് ഭഗവാനെ സങ്കല്പിച്ചാൽ മാത്രം മതി. ശിവലിംഗമായിട്ട് വേണം, കറുത്ത രൂപത്തിൽ. അവിടെ മന്ത്രവും വേണ്ട, ഒന്നും വേണ്ട, സങ്കല്പിച്ചാൽ മതി. അപ്പോൾ സങ്കല്പിക്കുന്നതിന് മുമ്പ് ദിവസവും ഈ വാച്ചിൻ്റെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മനസ്സിനെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സ് ഉള്ളിലേക്ക് വലിയെത്തും. എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്രാക്ടീസുകളുണ്ട്. പ്രാക്ടീസുകളാണ്, അഭ്യാസമാണ് നമുക്ക് ശരിയായ വിദ്യ നൽകുന്നത്. നമ്മൾ അഭ്യാസത്തിലൂടെയാണ് ശരിയായ വിദ്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ
നിങ്ങൾക്കറിയാവുന്നവർക്കും പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ഭഗവാനെ അറിയും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരുത്തനും ഉണ്ടല്ലോ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ഒരു മോശം കാര്യങ്ങളിലേക്കും പോകത്തില്ല. മിടുക്കനായിട്ട് ജീവിച്ച് കാണിക്കും. കാരണം ഭഗവാനെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വില മനസ്സിലാവും, നിങ്ങളുടെ ആത്മാവിൻ്റെ വില മനസ്സിലാവും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാവും. പിന്നെ നിങ്ങളെ ആര് കളിയാക്കിയാലും, നിങ്ങളെ ആര് പുകഴ്ത്തിയാലും, നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ അതിൻ്റെ എല്ലാം മുകളിലായിരിക്കും. ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ലെവലാണ്. പിന്നെ അതിന് മനസ്സിലായി. ഈ അറിവില്ലാത്തവനാണ് എന്നാങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ആപത്തുകളിൽ പോയി ചാടുകയും എന്നാങ്കിലുമൊക്കെ തോന്നുന്ന പോലെ ചെയ്യുന്നത്. അത് ഈ ശരിയായിട്ടുള്ള ജ്ഞാനമില്ലാത്തവനാണ്, ശരിയായിട്ട് ഈശ്വരനെ അറിയാത്തവനാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അറിവുണ്ട്, ആ ഭഗവാനെ അനുഭവിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ എന്നും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ജീവിതം അടിമുടി മാറും. അപ്പം ഭഗവാനെ എല്ലാവരും അറിയട്ടെ. ഇതെത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഭഗവാനെ വിചാരിക്കുന്നവരെല്ലാം, ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരെല്ലാം ഇത് കാണും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഇത് മഹത്തായ ശിവലിംഗ ധാരണ എന്ന രഹസ്യ ഗുപ്തമായ വിദ്യയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് അനാദി ജന്മങ്ങൾ തപസ് ചെയ്താൽ പോലും കിട്ടാത്ത വിദ്യയാണ്. ഇവിടെ മന്ത്രവും ഇല്ല, പൂജയില്ല, പ്രാർത്ഥനയില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഹൃദയത്തിൽ ഭഗവാനെ ശിവലിംഗ രൂപത്തിൽ സങ്കല്പിക്കുക. സങ്കല്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ മനസ്സിനെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കണം. അതിനാണ് ഈ വാച്ചിൻ്റെ ഒരു പിന്നെ ശബ്ദം കേൾക്കുന്ന ഒരു പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ ശ്രദ്ധ വളരെ ഷാർപ്പാക്കണം. അപ്പോഴാണ് അത് അനുഭവമായിട്ട് അത്. എന്നിട്ട് ശിവലിംഗധാരണ ചെയ്യുമ്പം അത് പല ദിവസങ്ങളായി കഴിയുമ്പോൾ അത് നിങ്ങളുടെ മനോമയ കോശത്തിലേക്കൊക്കെ ചെല്ലും. അപ്പം നിങ്ങൾക്ക് പ്രാണമയ കോശത്തിലേക്കൊക്കെ ആ ശിവലിംഗധാരണ ചെന്ന് കഴിയുമ്പോൾ ആണ് നിങ്ങളിൽ അൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള പരമശിവൻ്റെ അനുഗ്രഹം അനുഭവം ഉണ്ടായി വരുന്നത്. ഭഗവാൻ മംഗളകാരിയാണ്. ശിവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മംഗളകാരി എന്നാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും മംഗളമായിരിക്കും. ഭഗവാനെ എല്ലാവരും അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കിനി ഒന്നും പറയാനില്ല. എൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞ ഭഗവാന്റെ ഭഗവാനെ തന്നെ ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ മനസ്സിലിങ്ങനെ, ആ ഹൃദയത്തിൽ ഇങ്ങനെ ആ ശിവാനുഭവം ഉണ്ടായി വരികയാണ്. ഞാൻ എന്നെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതാരും ചെയ്യാത്ത കാര്യമാണ്. ഒരു ഗുരു അല്ല ഒരു വിദ്യ ചെയ്യുന്ന ആളും അയാളെ ഇരിക്കുന്ന പരമമായ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കത്തില്ല. പക്ഷെ ഞാനത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എനിക്ക് ഭഗവാൻ മറ്റു ചില പരമമായ ഒരു കാര്യങ്ങൾ തരുന്നുണ്ട് അനുനിമിഷം. ഞാൻ ആ സത്യസന്ധമായ ഹൃദയശുദ്ധിയോടാണ് നിങ്ങൾക്ക് തരുന്നത്. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഇവിടെ ഞാനും നിങ്ങളുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ അവസാനമായി പറയുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ള വാചകം. ഞാനും നിങ്ങളും ഒന്നുമില്ല. ഞാൻ വലിയ ആളൊന്നുമല്ല, നിങ്ങളും വലിയ ആളല്ല. ഞാനുമില്ല, നിങ്ങളുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ആ ഒരു ഭാവനയാണ് ആ ശിവബോധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ ചെയ്യുന്നു, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാനായിട്ട് സംഭവം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അഹങ്കാരവും അഭിമാനവും ഉണ്ടാകുന്നത്. അപ്പം ഞാനുമല്ല, നിങ്ങളുമല്ല, ഈ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ബോധത്തിലേക്ക് വന്നു കഴിയുമ്പം സമഭാവന ഉണ്ടാകും. അവിടെ ആണ് ഞാനെന്നുള്ള ചിന്ത ഇല്ലാതാകും, അവിടെ അഹങ്കാരമില്ലാതാകും, അവിടെ അഭിമാനമില്ലാതാകും. അവിടെയാണ് ആ ഈശ്വരനെ അനുഭവിക്കുന്നത്. അതെല്ലാം ശിവലിംഗ ധാരണ കൊണ്ട് കിട്ടും. ഇതാർക്കും ചെയ്യാം, ആർക്കും. ഇത് ചെയ്യുന്നവരെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. ആരാണേലും എവിടെ ഇരുന്നാണേലും ഇത് ചെയ്യുന്നവരാരും മറ്റൊരാൾ പറയേണ്ട കാര്യമില്ല കേട്ടോ. പറയാതെ ചെയ്താണ്. അതൊരനുഭവമാണ്. ഒരു ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന പോലെ തന്നെ വെച്ചു നിങ്ങൾക്ക് ഞാൻ തരുകയാണ്. നിങ്ങൾ ചെയ്യുന്ന വേറെ ആളോട് പറയണ്ട കേട്ടോ. കാരണം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പറയുമ്പോൾ ആ ഒരു വിദ്യയുടെ ഒരു നിഗൂഢത, അല്ലെങ്കിൽ ആ വിദ്യയുടെ ഒരു പറയാതിരിക്കുമ്പോഴാണ് അത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ചില വിദ്യകൾ പറയാതെ ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നമ്മൾക്ക് അനുഭവമാകുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്തോ ഒരു കാര്യം അവർ വേണേൽ കാണും. പിന്നെ നിങ്ങൾക്ക് വേണേൽ ഈ വീഡിയോ
മറ്റുള്ളവർക്ക് വേണേൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ കണ്ടിട്ട് വേണേൽ ചെയ്യട്ടെ. പക്ഷെ നിങ്ങൾ പറയണമെന്നില്ല കേട്ടോ. നിങ്ങൾ ആ ചെയ്യുന്ന വിദ്യ നിങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, വേറൊരു വ്യക്തി അറിയണ്ട. നിങ്ങളുടെ ഉള്ളിൽ അതങ്ങനെ നിങ്ങൾ അനുഭവിക്കുക, ആ പരമാനന്ദത്തെ, ഭഗവാനെ, സത്യത്തെ, സത്യബോധത്തെ, ആ അനാദിയായ ശിവനെ, പരമേശ്വരനെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.